പത്തനംതിട്ട അച്ചൻകോവിലാറിൽ ഒഴുക്കിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. അജ്സൽ അജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയ്, എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടത്? ഇപ്പോഴത്തെ തെരച്ചിൽ അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, അച്ചൻകോവിലാറിൽ കല്ലറക്കടവിൽ ഒഴുക്കിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നബീലിന് വേണ്ടിയാണ് ഈ ഒരു തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുന്നത്. പത്തനംതിട്ടയിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു നബീലും കൂട്ടുകാരും 7ഓളം കൂട്ടുകാരുമാണ് ഇന്ന് ഉച്ചയോടെ പരീക്ഷ കഴിഞ്ഞ ഈ കല്ലറക്കടവിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. നബീലും ഒപ്പം തന്നെ അജ്സൽ അജി ഇങ്ങനെ രണ്ടുപേരാണ് വെള്ളത്തിൽ വീണത്. ഇതിൽ അജ്സലിൻ്റെ മൃതദേഹം നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. എന്തായാലും നബീലിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘമാണ് ഈ ഒരു പരിശോധന നിലവിൽ നടത്തി വരുന്നത്. വൈകുന്നേരം 6 മണിയോട് അടുക്കുകയാണ്. ഒരുപക്ഷെ ഈ സൂര്യാസ്തമയത്തിന് ശേഷമുള്ള പരിശോധന അത് ഈ പ്രതികൂല സാഹചര്യമായതിനാൽ തന്നെ നടക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും നിലവിൽ ഫയർഫോഴ്സ് അവരാൽ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ടെറൈൻ അനുസരിച്ച് ഈ കുത്തി ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഈ അച്ചൻകോവിലാർ. അതിവേഗതയിൽ വലിയ തോതിൽ നീരൊഴുക്ക് ഉള്ള ഒരു സ്ഥലമാണ്. അടിയൊഴുക്കും ശക്തമാണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും ഒലിച്ചു പോകാനുള്ളൊരു സാധ്യതയൊക്കെ തന്നെ ഫയർഫോഴ്സ് കാണുന്നു. ഈ കുട്ടികൾക്ക് ഈ പ്രദേശത്തുള്ള കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ നീന്താൻ അറിയാമായിരുന്നു. പക്ഷേ ഈ ഒഴുക്കിൻ്റെ ശക്തി അത് ഈ കുട്ടികൾക്ക് താങ്ങുന്നതിൽ അധികമാണ്. എന്തായാലും അജ്സൽ അജിയുടെ മൃതദേഹം ഫയർഫോഴ്സ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നബീലിന് വേണ്ടിയുള്ള തിരച്ചിലാണ് പ്രജിൻ ഇപ്പോഴും പുരോഗമിക്കുന്നത്. കുട്ടിയെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുണ്ട്. പോലീസും ഇവിടെ തുടരുകയാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ തുടരുന്നുണ്ട്. ഈ പ്രദേശത്ത് വളരെ ശക്തമായ ഒഴുക്കുള്ള അപകടം നിറഞ്ഞൊരു സ്ഥലമാണെന്ന് നാട്ടുകാർ പറയുന്നു. നീന്താൻ വലിയ കഴിവുള്ള ആളുകൾ പോലും അവർക്ക് പോലും നീന്തി രക്ഷപ്പെടാൻ പറ്റാത്ത അതാണ് ജയ്. ഇപ്പോൾ അവിടെ ആ സംഭവ സ്ഥലം അപകടം നടന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ അവിടുത്തുകാരൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ കുട്ടികൾ എങ്ങനെയാണ് പിന്നെ അവിടെ ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇവർ ഈ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ച് ഇവർ ഈ ഇതിലേക്ക് ഇറങ്ങുകയാണോ ചെയ്തത്? അതായത് പ്രജിൻ, ഇവിടെ പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകിയിരുന്നില്ല. കുട്ടികളും നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നൊരു പ്രദേശമാണ്. ഇന്ന് പരീക്ഷാ ദിവസമായിരുന്നു. അങ്ങനെ പരീക്ഷയൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് കുട്ടികൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ പ്രദേശത്ത് ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അതിനുശേഷം ഇവർ കുളിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. അതിനിടയിൽ ഈ അപകടത്തിൽപ്പെട്ട 2 കുട്ടികളിൽ ഒരാൾ ഈ വെള്ളത്തിലേക്ക് വീഴുന്നു. അത് കണ്ട് മറ്റൊരാൾ രക്ഷിക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണ്. ആ ഘട്ടത്തിലാണ് 2 പേരും ഒഴുക്കിൽപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഈ നദിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം. ഇവിടെ നിരവധി ആളുകൾ വന്ന് കുളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കടവാണ്. അങ്ങനെ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഇങ്ങോട്ട് ഇറങ്ങുന്ന കാര്യത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഇതിനു മുമ്പും ഇവിടെയൊക്കെ വരാറുള്ളവരായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. ഒപ്പം ഉണ്ടായിരുന്നൊരു കുട്ടിയുടെ പ്രതികരണമൊക്കെ ഉച്ചയ്ക്ക് നമ്മൾ തേടിയിരുന്നു. ആ കുട്ടിയും വളരെയധികം ഭയത്തോടു കൂടിയാണ് സംസാരിച്ചത്. ആ കുട്ടിയാണ്, ഇപ്പോൾ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ ഈ അപകട വിവരം അറിയിച്ചത്. 7ഓളം കുട്ടികളാണ് ഇന്നിങ്ങനെ ഇത്തരത്തിൽ ഇവിടെ വരികയും അപകടത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അതിൽ 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും പ്രജിൻ, ഈ ഫയർഫോഴ്സിൻ്റെ പരിശോധന തുടർന്നു. 6 മണി അല്ലെങ്കിൽ സന്ധ്യാസമയമാകുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത് ഈ പരിശോധനയെ സംബന്ധിച്ച് പ്രതികൂലമാണ്. പരിശോധന, രാത്രികാല പരിശോധന എന്ന് പറയുന്നത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. എന്തായാലും ഇന്ന് കുട്ടിയെ കണ്ടെത്താനായില്ലെങ്കിൽ നാളെയും പരിശോധന തുടരുമെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ പരിശോധന തുടരുകയാണ്. പ്രജിൻ, ശരി. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് അപകടം നടന്ന സ്ഥലത്ത് നിന്നും.